എല്ലാവർക്കും നമസ്കാരം. ഇതൊരു സ്പെഷ്യൽ വീഡിയോയാണ്. ഈ വീഡിയോ നമ്മൾ നമ്മുടെ പ്രിയങ്കരായ ഇന്ത്യയുടെ ദേശീയ ഫുട്ബോൾ ടീമിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ദിസ് വീഡിയോ ഈസ് ഡെഡിക്കേറ്റിംഗ് ടു ദ ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീം ബിക്കോസ് AFC ഏഷ്യൻ കപ്പ് എന്ന വലിയ സ്വപ്നങ്ങളുടെ കളിക്കളത്തിൽ ഇന്ത്യ ആദ്യ മത്സരത്തിന് ഇറങ്ങുകയാണ്. നാളെ 13-ാം തീയതി ജനുവരി 13-ന് ശനിയാഴ്ച വൈകിട്ട് ഇന്ത്യ AFC ഏഷ്യൻ കപ്പിന്റെ ഫൈനൽ റൗണ്ടിൽ ഖത്തറിൽ ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നതിന് തലേന്ന് തീർച്ചയായും ഈ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രിയങ്കരായ ബ്ലൂ ടൈഗേഴ്സ്, ഇന്ത്യയുടെ ദേശീയ ഫുട്ബോൾ ടീമിന് തന്നെയാണ്. തീർച്ചയായും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇത് തുടർച്ചയായ 2ാം തവണയാണ്. ബാക്ക് ടു ബാക്ക് ഏഷ്യൻ കപ്പാണ് ഇന്ത്യക്ക്. അത് ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ ക്വാളിഫൈയിങ് ഫോർ ബാക്ക് ടു ബാക്ക് ഏഷ്യൻ കപ്പ് ഫൈനൽ റൗണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയെക്കുറിച്ച് ആശങ്കപ്പെടുന്നവർക്ക്, ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയെക്കുറിച്ച് നിരന്തരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നവർക്കെല്ലാം ഉള്ള ഒരു ഉത്തരമാണ് തീർച്ചയായും ഇന്ത്യൻ ഫുട്ബോൾ ശരിയായ ദിശയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. ഇനി ആ വലിയ ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ക്യാൻ ഇന്ത്യ ക്വാളിഫൈ ഫോർ ദ നോക്കൌട്ട് ഓഫ് ദ ഏഷ്യൻ കപ്പ് for the first time in Indian football history? ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ ഏഷ്യൻ കപ്പിന്റെ ഫൈനൽ റൗണ്ടിന്റെ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടുമോ? വലിയ ചോദ്യമാണ്, വലിയ സ്വപ്നമാണ്. നമുക്കത് പരിശോധിക്കാം ഈ വരുന്ന വീഡിയോയിൽ. തീർച്ചയായും ഇന്ത്യൻ ടീമിന്റെ ഏഷ്യൻ കപ്പ് വിശദാംശങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. ഏഷ്യൻ കപ്പിന്റെ ബി ഗ്രൂപ്പിലാണ് ഇന്ത്യ കളിക്കുന്നത്. ബി ഗ്രൂപ്പിൽ ഇന്ത്യയോടൊപ്പം കളിക്കുന്നത് കരുത്തരായ ഓസ്ട്രേലിയ, ഉസ്ബെക്കിസ്ഥാൻ, സിറിയ ടീമുകളാണ്. നമുക്കറിയാം നിലവിലുള്ള ഫിഫ റാങ്കിങ്ങിൽ ഓസ്ട്രേലിയ കഴിഞ്ഞ വേൾഡ് കപ്പ് കളിച്ച ടീമാണ്. 25 ആണ് ഓസ്ട്രേലിയയുടെ ഫിഫ റാങ്കിങ്. ഉസ്ബെക്കിസ്ഥാൻ 67 ആൻഡ് സിറിയ 81. ഇന്ത്യയുടെ ഫിഫ റാങ്കിങ് കറന്റ് 102. സ്വാഭാവികമായും ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയേക്കാൾ മുകളിലുള്ള ടീമുകൾക്കെതിരെ ഏഷ്യൻ കപ്പിന്റെ ഫൈനൽ റൗണ്ടിൽ കളിക്കുക, ഗ്രൂപ്പിൽ നിന്ന് ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായും അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ബിഗ് മൗണ്ടൻ ടു ക്ലൈംബ് ഫോർ ടീം ഇന്ത്യ. പക്ഷെ പ്രതീക്ഷ എന്താന്ന് പറഞ്ഞാൽ 6 ഗ്രൂപ്പുകളിലായി 24 ടീമുകളാണ് ഏഷ്യൻ കപ്പിന്റെ ഫൈനൽ റൗണ്ടിൽ കളിക്കുന്നത്. ഓരോ ഗ്രൂപ്പിൽ നിന്നും 2 ടീമുകൾ അടുത്ത ഘട്ടത്തിലേക്ക് നോക്കൌട്ടിലേക്ക് ക്വാളിഫൈ ചെയ്യും. അത് 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടുന്ന 6 ഗ്രൂപ്പുകളിലെയും 2 ടീമുകൾ. ഒപ്പം ഏറ്റവും മികച്ച 3ാം സ്ഥാനം നേടുന്ന 4 ടീമുകൾക്ക് കൂടി അടുത്ത റൗണ്ടിലേക്ക് അവസരമുണ്ട്. സോ ആ 4 ടീമുകളിൽ ഒന്നായി മാറാൻ ഇന്ത്യക്ക് കഴിയുമോ എന്നുള്ളതാണ് സാധ്യത. അത് ഇന്ത്യക്ക് സാധ്യതയുള്ള ഒരു സംഗതിയാണ്. പക്ഷേ ഇന്ത്യ മിനിമം ചെറിയ ഉസ്ബെക്കിസ്ഥാൻ, ഓസ്ട്രേലിയ ഈ 3 ടീമിൽ ഏതെങ്കിലും ഒരു ടീമിനെതിരെ ഒരു കളിയെങ്കിലും ജയിക്കുക എന്ന വലിയ സ്വപ്നം നമ്മൾ കാണണം. മിനിമം ഒരു ഡ്രോ എങ്കിൽ മാത്രമാണ് ആ 4 ടീമിൽ ഒന്നായി മാറാൻ കഴിയുക. അതിന് ഇന്ത്യക്ക് കഴിയുമോ? കാത്തിരിക്കാൻ നമുക്ക്. ഏഷ്യൻ കപ്പിൽ ഇന്ത്യയുടെ അഭിമാന പോരാട്ടത്തിന് ഇറങ്ങുന്ന, ഇന്ത്യയുടെ അഭിമാനം കാക്കാൻ ഇറങ്ങുന്ന 26 പോരാളികൾ, നമ്മുടെ 1.5 ബില്യൺ വരുന്ന ഇന്ത്യയുടെ മഹാസാഗരം പോലെയുള്ള ഈ മഹാരാജ്യത്തിന്റെ മഹാജനകോടികളിൽ നിന്നും നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത 26 പേർ, the best 26 who will play for India in the AFC Asian Cup Qatar 2024. അവരാരൊക്കെയാണെന്ന് പരിശോധിക്കാം. അതിനു മുൻപ് തീർച്ചയായും ഇന്ത്യയുടെ മുഖ്യ പരിശീലകൻ ക്രൊയേഷ്യക്കാരൻ ഇഗോർ സ്റ്റിമാച്ച് 2019 ഏപ്രിൽ മുതൽ ഇന്ത്യയുടെ ദേശീയ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനാണ്. ഇന്ത്യയുടെ കോച്ചിന്റെ കസേരയിൽ അദ്ദേഹം 4.5 വർഷക്കാലം പിന്നിട്ട് കഴിഞ്ഞു. തീർച്ചയായും ദ ലോങ്സ്റ്റ് സർവിംഗ് കോച്ച് ഇൻ ഇന്ത്യൻ ഫുട്ബോൾ എന്ന ബഹുമതി ഇപ്പോൾ ഇഗോർ സ്റ്റിമാച്ച് കൈവരിക്കുന്ന സമയമാണ്. അദ്ദേഹത്തിന് തീർച്ചയായും അദ്ദേഹം നേരിട്ട് തിരഞ്ഞെടുത്ത അദ്ദേഹത്തിന് നേരിട്ടറിയാവുന്ന കളിക്കാർ തന്നെയാണ് ഏഷ്യൻ കപ്പിൽ കളിക്കുന്നത് എന്നത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് അഡ്വാൻറ്റേജ്. കാരണം ഈ കഴിഞ്ഞ 4-5 വർഷമായി അദ്ദേഹം നേരിട്ട് കളിപ്പിക്കുന്ന, അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജികൾക്കൊപ്പം കളിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ ബെസ്റ്റ് 26. So Igor Stimachiനും ഇതൊരു സുവർണ അവസരമാണ് to prove himself as the best Indian coach ever in Indian football history. അതേപോലെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ, the captain leader legend സുനിൽ ഛേത്രി. ഇനി ഒരു ഏഷ്യൻ കപ്പ് ഫൈനൽ റൗണ്ടിന് സുനിൽ ഛേത്രി ഉണ്ടാകുമോ? അതൊരു വലിയ ചോദ്യമാണ്. ഒരു പക്ഷേ ദിസ് മൈറ്റ് ബി ഹിസ് ലാസ്റ്റ് ഏഷ്യൻ കപ്പ് സുനിൽ ഛേത്രി. കാരണം അത് അദ്ദേഹത്തിന് വീരോചിതമായ ഒരു വിടവാങ്ങൽ, ഒരു യാത്രയപ്പ് അത് നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? അതാണ് പ്രൈമറി ക്വസ്റ്റ്യൻ. അദ്ദേഹത്തിന് അത് നൽകാൻ ഇന്ത്യയുടെ ബെസ്റ്റ്
26 അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിന് കഴിയുമോ എന്നുള്ളതും ഇതിനോട് കൂട്ടിച്ചേർത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സുവർണ കാലത്തിലൂടെയാണ് സുനിൽ ഛേത്രി കടന്നു പോകുന്നത്. അദ്ദേഹത്തിന്റെ കരിയറിന്റെ പീക്ക് ഓഫ് ദ പീക്ക് എന്ന് പറയാം. ഇതാണ് സമയം. ഇന്ത്യക്ക് വേണ്ടി ഇത്രയും നാൾ വിയർപ്പൊഴുക്കിയ അദ്ദേഹത്തിന് വീരോചിതമായ സമയോചിതമായ അല്ലെങ്കിൽ സന്ദർഭോചിതമായ ഒരു യാത്രയെ പോലെ ഒരു ഗംഭീര ഏഷ്യൻ കപ്പ് വിരുന്നായി ഇന്ത്യയുടെ ഈ ഏഷ്യൻ കപ്പ് ഫൈനൽ റൗണ്ട് മാറുമോ? ഒരുപാട് ചോദ്യങ്ങളാണ്. പ്രതീക്ഷയോടെ നമ്മൾ അഭിമാനത്തോടെ കാത്തിരിക്കുകയാണ്. ഇനി ഇന്ത്യയുടെ ബെസ്റ്റ് 26 ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓഫ് കോഴ്സ് നമ്മൾ ക്യാപ്റ്റനെ പറഞ്ഞു കഴിഞ്ഞു, സുനിൽ ഛേത്രി. ഗോൾ കീപ്പിംഗിൽ ആരൊക്കെയാ? ദ നമ്പർ 1 ഗുർപ്രീത് സിംഗ് സന്ധു, ബംഗളൂരു FC. ഒപ്പം ഒഡീഷയിൽ നിന്നും അമരീന്ദർ സിംഗ് ആൻഡ് മോഹൻ ബഗാനിൽ നിന്നും വിശാൽ കെയ്ത്ത്. ഇനി ഡിഫൻസിലേക്ക് നോക്കിയാൽ there are lot of options. സെന്റർ ബാക്ക് സ്ഥാനത്ത് സന്ദേശ് ചിങ്കൻ, മെഹ്താബ് സിംഗ്, ലാൽചുന്നുങ്ക. ഈ 3 ഓപ്ഷൻസ് ആണ് കോച്ചിന്റെ പക്കലുള്ളത്. റൈറ്റ് ബാക്ക് സ്ഥാനത്തേക്ക് നോക്കിയാൽ പ്രീതം കോട്ടാൽ, അതേപോലെ രാഹുൽ ഭെക്കെ ആൻഡ് നിഖിൽ പൂജാരി. 3 ഓപ്ഷൻസ്. ലെഫ്റ്റ് ബാക്ക് സ്ഥാനത്തേക്ക് നോക്കിയാൽ 2 ഗുഡ് ഓപ്ഷൻസ്, ആകാശ് മിശ്ര ആൻഡ് സുഭാഷേഷ് ബോസ്. ഇനി മിഡ്ഫീൽഡിലേക്ക് വന്നാൽ ദീപക് ടാങ്കരിയും സുരേഷ് വാങ്ജമും ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് റോളിൽ നല്ല ഓപ്ഷൻസ്. ഇനി സെൻട്രൽ മിഡ്ഫീൽഡർ റോളിൽ 2 ഓപ്ഷൻസ്, അപ്പുയ്യ ആൻഡ് അനിരുദ്ധ് താപ്പ. അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് റോളിൽ 2 ഓപ്ഷൻസ് അവിടെയുമുണ്ട് കോച്ചിന്, ബ്രാൻഡൻ ഫെർണാണ്ടസ് ആൻഡ് സഹൽ അബ്ദുൽ സമദ്. ഇനി നമ്മുടെ അറ്റാക്കേഴ്സ്, സ്ട്രൈക്കേഴ്സ് ബാർ വിങ്ങേഴ്സ്, ആ സെക്ടറിലേക്ക് നോക്കിയാൽ ലോട്ട് ഓഫ് ഓപ്ഷൻസ്. 9 പേരെയാണ് ഈ ഒരു കാറ്റഗറിയിൽ മാത്രം ഈഗോർ സ്റ്റിമാച്ച് ടീമിന്റെ ഒപ്പം സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇഷാൻ പണ്ഡിത, രാഹുൽ KP, ലാലിൻജ്വാല ചാങ്ടെ, വിക്രം പ്രതാപ് സിംഗ്, ലിസ്റ്റൻ കൊളാസോ, മൻവീർ സിംഗ്, ഉദാംദ സിംഗ്, ഓഫ് കോഴ്സ് സുനിൽ ഛേത്രി അഗൈൻ ആൻഡ് നവോറം മഹേഷ്. ഇത്രയും പേരാണ് കോച്ചിന്റെ മുമ്പിലുള്ള അറ്റാക്കിംഗ് ഓപ്ഷൻ. സോ മച്ച് ഓപ്ഷൻസ്. ഇനി ISL ടീമുകൾ തന്നെയാണ് ഇന്ത്യൻ നാഷണൽ ടീമിന്റെ കരുത്ത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സിനെ ഇന്ത്യൻ ദേശീയ ടീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മറ്റാരുമല്ല, കൊൽക്കത്ത മോഹൻ ബഗാൻ. 7 പ്ലേയേഴ്സ് ഉണ്ട് മോഹൻ ബഗാന്റെ. 2ാം സ്ഥാനത്ത് മുംബൈ സിറ്റി 6 പ്ലേയേഴ്സ്. FC ഗോവയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും അതേപോലെ ബംഗളൂരുവിൽ നിന്നും 3 പ്ലേയേഴ്സ് വീതം. ഈസ്റ്റ് ബംഗാളിന്റെ 2 താരങ്ങളുണ്ട്, ഒഡീഷയുടെ 1 താരമുണ്ട്, ഹൈദരാബാദിൽ നിന്ന് 1 താരമുണ്ട്. 4 ISL ടീമുകൾക്ക് നിലവിൽ ഇന്ത്യൻ ടീമിൽ റെപ്രസെന്റേഷൻ ഇല്ല എന്നതും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. ഇന്ത്യയുടെ ഏഷ്യൻ കപ്പിനുള്ള ഈ ബെസ്റ്റ് 26ൽ ഉറപ്പായിട്ട് ഉണ്ടാവേണ്ടിയിരുന്ന ഒരു 3 പേരുകളുണ്ട്. അത് നിങ്ങൾ അറിയണം, നിങ്ങൾക്ക് അറിയാം. ഞാൻ പറയുന്നു, അൻവർ അലി, ആഷിഖ് കുർണിയൻ ആൻഡ് ജിക്സൺ സിംഗ്. ഈ 3 പേർക്കും പരിക്ക് മൂലമാണ് ഇത്തവണ ഈ ബെസ്റ്റ് 26ൽ ഇന്ത്യയുടെ AFC ഏഷ്യൻ കപ്പിനുള്ള ബെസ്റ്റ് 26ൽ ഇടം പിടിക്കാൻ കഴിയാതെ പോയത്. അവർക്ക് പേഴ്സണലി ഒരു നഷ്ടമാണ് ആ 3 പേർക്ക്. നമ്മൾ ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ISLലെ മറ്റു ടീമുകളുടെ സപ്പോർട്ടേഴ്സ് ഉണ്ടാവും. എത്രയോ ടീമുകളുണ്ട്, എല്ലാവർക്കും സപ്പോർട്ടേഴ്സ്. നമ്മൾ ISLൽ ഓരോ ടീമും നമുക്ക് ഇഷ്ടപ്പെട്ട ടീമുകളെ നമ്മൾ ആത്മാർത്ഥമായി സപ്പോർട്ട് ചെയ്യുന്ന പോലെ തീർച്ചയായും നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിന് കീഴിൽ, ഇന്ത്യൻ ഫുട്ബോളിന്റെ ആ കൊടിക്കൂറയ്ക്ക് കീഴിൽ, ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് കീഴിൽ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിത്. ബിക്കോസ് ഇന്ത്യ കളിക്കുന്നു. ഏഷ്യൻ കപ്പിൽ ഇന്ത്യ കളിക്കുകയാണ്. ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയിലെ എല്ലാ ടീമുകളുടെയും സപ്പോർട്ടേഴ്സ് ഒരുമിച്ച് ഇന്ത്യൻ ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യേണ്ട സമയമാണ്. ബിക്കോസ് നമ്മുടെ അൾട്ടിമേറ്റ് ഡ്രീം, നമ്മുടെ സപ്പോർട്ടാണ് ടീമിന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്. ഏഷ്യൻ കപ്പിലെ വിജയം അല്ലെങ്കിൽ ഏഷ്യൻ കപ്പിലെ ഇതൊക്കെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഈ ഏഷ്യൻ കപ്പിൽ കളിച്ചു കിട്ടുന്ന എക്സ്പീരിയൻസ്, ഈ ഒരു ചെറിയ ചുവടുവയ്പ്പാണ് നാളെ നമ്മൾ കാണുന്ന വലിയ സ്വപ്നം. ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുക എന്ന വലിയ സ്വപ്നം, വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്യുന്ന വലിയ സ്വപ്നത്തിലേക്ക് നമ്മുടെ ടീമിനെ, ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ നയിക്കണമെങ്കിൽ തീർച്ചയായും ഇന്ത്യയിലെ ഓരോ ഫുട്ബോൾ ആരാധകന്റെയും പിന്തുണ, ആത്മാർത്ഥമായ സപ്പോർട്ട് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഉണ്ടാകണം. നിങ്ങളത് നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജനുവരി 13 നാളെ ശനിയാഴ്ച വൈകിട്ട് ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടുകയാണ്. AFC ഏഷ്യൻ കപ്പ് ഖത്തർ 2024ന്റെ ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ. നമുക്ക് ഒരുമിച്ച് ഇന്ത്യൻ ഫുട്ബോളിൽ ഇന്ത്യയുടെ ബ്ലൂ ടൈഗേഴ്സിന്, നമ്മുടെ അഭിമാന താരങ്ങൾക്ക്, നമ്മുടെ രാജ്യത്തിന്റെ ടീമിന് എല്ലാ ആശംസകളും, എല്ലാ പിന്തുണയും, എല്ലാ പ്രാർത്ഥനകളും നേരാം. കം ഓൺ ഇന്ത്യ, ലെറ്റ്സ് ഫുട്ബോൾ.